ചലച്ചിത്ര താരം മീര ജാസ്മിനാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം മീര വീണ്ടും സിനിമാ ലോകത്ത് സജീവമാവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്യും, കുറച്ച് നാൾ ബ്രേക്ക് എടുക്കും. അതുകൊണ്ട് എനിക്കറിയില്ല. ലിസമ്മയുടെ വീടിനെ കുറിച്ച്, അതിലെ മീരയുടെ കഥാപാത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. മീരയുടെ ഒരു കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് ലിസമ്മയുടെ വീടെന്ന് പറയപ്പെടുന്നുണ്ട്. മീര അങ്ങനെ പറയുന്നു. അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് പടം ഇന്നലെ റിലീസായി. ഓൾ കേരള ഒരേ അഭിപ്രായം. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ടൊരു ആളുകളുടെ ഒരു അപ്ലോസ്, ക്ലാപ്സൊക്കെ കിട്ടുന്നു. അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതാണല്ലോ വേണ്ടത്. നമുക്ക് മാത്രം തോന്നാൻ പാടില്ലല്ലോ നമ്മുടെ കഥാപാത്രം മികച്ചതാണെന്ന്. അത് പ്രേക്ഷകരത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് തന്നെ പറയാൻ പറ്റും. മീര തന്നെ പറയുന്നത് പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവിൽ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ സ്വീകരിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വരുമ്പം വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തിരിച്ചു വരണം. നല്ലൊരു ബാങ്ങോടുകൂടി വരണം. അപ്പം അത് നമ്മൾ വിചാരിച്ചതൊന്നും കിട്ടുന്ന കാര്യമല്ല. അതാണിപ്പം ഏറ്റവും നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ വലിയ സ്റ്റാർസ്, നമ്മുടെ ലെജൻഡറി ആക്ടേഴ്സൊക്കെ, അവർക്കെന്ന് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി ദേ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആക്ടേഴ്സ്. പക്ഷേ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സാണ്. അവർ വന്ന സമയത്തൊക്കെ അവർ ചെയ്ത ഒരു ക്യാരക്ടേഴ്സ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും. അപ്പം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ അഭിനയിക്കാൻ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അല്ല അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് നല്ല കഥാപാത്രങ്ങൾ വന്നു ചേരണം. സോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പിന് ശേഷം അതും ഇന്നത്തെ കാലത്ത് സ്ട്രോങ് ക്യാരക്ടർ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസിന് സാധ്യതകളുള്ള കഥാപാത്രം കിട്ടിയതിൽ വളരെ സന്തോഷം. മീര മാറി നിന്ന ഒരു കാലം മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. സിനിമയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ മാറി നിന്നതിലൊരു വിഷമം ഇപ്പോൾ തോന്നുന്നുണ്ട്? എനിക്കൊരിക്കലും എൻ്റെ ലൈഫിൽ ഒന്നിലും വിഷമം തോന്നില്ല. ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളും എനിക്ക് ഇന്നേ വരെ റിഗ്രറ്റ്, അതെന്താണെന്നറിയില്ല. എപ്പോഴും തോന്നി അങ്ങനെ വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെ വിഷമം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നതും ചില കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുന്നതും ചില കാര്യങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തതും സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇന്നവരെ ഒരു കാര്യത്തിലും വിഷമം തോന്നിയിട്ടില്ല. മാറി നിന്നത് സ്വയം മാറി നിന്നതാണോ അതോ? അതായത് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് നാൾ മാറി നിൽക്കണം എന്ന് തോന്നി. ബിക്കോസ് എനിക്കത്ര ഞാനിപ്പം ഐ തിങ്ക് 10 years 12 years ആയി വന്നിട്ട്. അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ ഓടി നടന്ന് അവിടെ അഭിനയിച്ച് ഇവിടെ അഭിനയിച്ച് അങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇന്ന് കൊച്ചിയാണെങ്കിൽ നാളെ മദ്രാസ്, അങ്ങനെ പിന്നെ ഹൈദരാബാദ്, അങ്ങനെ കുറച്ച് നടന്നു. മേ ബി ഓരോ വ്യക്തികളെ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് എന്തോ ഒരു അർത്ഥം ഇതിൽ കാണുന്നില്ല എന്ന് തോന്നി. ബിക്കോസ് അന്ന് കുറേ ചെയ്തു, പിന്നെ ഇനിയും കുറച്ച് മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അപ്പം മനസ്സൊരുമാതിരി ഇനി എനിക്കൊരു ചേഞ്ച്, എനിക്ക് കുറച്ച് നാൾ മാറിയിരിക്കണം, എനിക്ക് എൻ്റേതായ ഒരു ടൈം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഞാൻ മാറുന്നത്. ആ സമയം പരമാവധി ആ രീതിയിൽ മീര ഉപയോഗിച്ചു. ശരിക്കും ഞാൻ ഇത്രയും നാളും സിനിമയിൽ വന്നു, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്നു. പക്ഷേ എനിക്ക് എൻ്റേതായ ഒരു ലൈഫ് അല്ലെ ഒരു ഫൺ എന്നുള്ള രീതിയിലൊന്നും എനിക്കങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാളും മാറുന്ന സമയത്ത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. മലയാള സിനിമയിൽ മാത്രമല്ല, മറ്റ് ഭാഷ, തമിഴ്, തെലുങ്ക്, കന്നഡയിലൊക്കെ വളരെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മീര പിന്മാറിയത്. നടി എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒരു കരിയറിൽ അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? അതോ ഒരു ബെറ്റർമെൻറ്റിന് അത് നല്ലതായിരിക്കുമെന്നാണോ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അത് ബെറ്റർമെൻറ്റിന് വേണ്ടി തന്നെയാണ്. ബിക്കോസ് നമ്മളിങ്ങനെ കൂടുതൽ എല്ലാം ചെയ്തിട്ട് നമ്മൾ ഐ തിങ്ക് വൺ വേ നമ്മൾ പൊല്യൂട്ടഡ് ആവുന്ന പോലൊരു തോന്നൽ. അപ്പോൾ ആ പൊല്യൂട്ടഡ് ആവുന്നതിലൊരു ക്ലെൻസിങ് ആയിട്ട് ഈ ഒരു ടൈം എടുത്തിട്ട് നമ്മുടെ ഹോൾ ബോഡി അല്ല മൈൻഡ് അല്ല നമ്മുടെ സോൾ ഒരു ക്ലെൻസിങ് പ്രോസസ്സിൽ കൂടെ പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഫീൽ ചെയ്തു. അത് എനിക്ക് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് വളരെ ഫണ്ണായിരുന്നു ഈ കഴിഞ്ഞ ഒരു 2 years ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പൊല്യൂട്ടഡ് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ്? ബിക്കോസ് മൈൻഡ് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ടൈമില്ല. ഇപ്പം ഞാൻ കുറേ അഭിനയിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്നാൽ കുറേ സിനിമകൾ അഭിനയിക്കായിരുന്നു, അങ്ങനെ യൂഷ്വലായിട്ട് പോകാമായിരുന്നു. പക്ഷേ എനിക്കത് മേ ബി എൻ്റേതായ രീതിയിലുള്ള എൻ്റെ ചിന്തയായിരിക്കും അത്. മേ ബി മറ്റുള്ളവർക്കത് തെറ്റായിട്ട് തോന്നിയേക്കാം, യോജിക്കാൻ പറ്റില്ലായിരിക്കാം. എനിക്ക് പക്ഷേ ഒരു ഗ്യാപ്പ് എടുത്ത് എൻ്റെ വേറൊരു രീതിയിൽ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമ്പോൾ എൻ്റെ മൈൻഡ് എൻ്റെ മൈൻഡിൽ കൂടെ
പുതിയ പുതിയ ഐഡിയാസ് വരും. ഓക്കെ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെ മേ ബി ഇനിയൊരു ബെറ്റർ ആക്ട്രസ് ആവാനൊക്കെ എന്നെ സഹായിക്കും. കഥാപാത്രങ്ങളിൽ സിനിമയിൽ അഭിനേത്രി എന്ന നിലയിൽ വളരെ പക്വതയുള്ള അഭിനേത്രിയാണ് മീര ജാസ്മിൻ. പക്ഷേ വ്യക്തി ജീവിതത്തിൽ സ്വയം തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ളൊരു പക്വതയുണ്ട് എന്ന്? എനിക്കെപ്പോഴൊരു എന്താ പറയുക, 2 sides ഓഫ് എ കോയിൻ എന്ന് പറഞ്ഞോളൂ എൻ്റെ ക്യാരക്ടർ. ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ തീരെ പക്വതയില്ലാത്തൊരു കുട്ടിയാണ്, പക്ഷേ ഒരു സൈഡ് ഭയങ്കര പക്വതയാണ്. അതാണ് എനിക്ക് ഇച്ചിരി ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു എനിക്കറിയത്തില്ല, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഐ എം വെരി സിമ്പിൾ. അതാണ് എന്നെ വിശേഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ എന്നെ വിശേഷിപ്പിക്കണമെന്ന്. പക്ഷേ ഞാൻ ഭയങ്കര കുട്ടിക്കളിയും കുട്ടിത്തവും ഇമ്മച്യൂർഡായിട്ടാണ് ഒരു ഭാഗത്ത് എൻ്റെ വീട്ടുകാർ തന്നെ പറയും, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും താൻ ഭയങ്കര മെച്യൂർഡാണോ, സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയുന്നത് താൻ ഇത്ര ഇങ്ങനെ എപ്പോഴേ താനിങ്ങനെ മെച്യൂർഡായി കഴിഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെ പറയായിരുന്നു. സോ ഐ എം ബോത്ത്. സാഹചര്യങ്ങളോട് വളരെ ഇമോഷണലായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മീര ജാസ്മിൻ. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, ബിക്കോസ് എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ. അപ്പം ഞാനൊരിക്കലും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അത്ര സ്ട്രോങ് അല്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ എവിടെയോ എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇമോഷൻസ്, ഞാൻ ഭയങ്കര ഇമോഷണലാണ് പറഞ്ഞത്, ഭയങ്കര സെൻസിറ്റീവാണ്. മേ ബി ആ ഒരു സെൻസിറ്റിവിറ്റി ആയിരിക്കാം, ആ ഇമോഷണൽ സൈഡ് ആയിരിക്കാം എൻ്റെ പവർ. ഈശ്വരവിശ്വാസിയാണോ? വളരെയധികം. ഞാൻ എല്ലാം ഈശ്വരനിൽ കമ്മിറ്റ് ചെയ്തിട്ടേ, ഞാൻ സറണ്ടർ ചെയ്തിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ, സകലതും. ഞാൻ എന്താ പറയുക, എനിക്ക് ഈശ്വരനാണെല്ലാം. ആദ്യ സിനിമയിൽ സമീപകാലത്ത് മീര പറഞ്ഞൊരു കാര്യമാണ്, ഒരു ആദ്യം കടന്നു വന്നൊരു നായിക എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സിനിമയിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടി എന്ന നിലയിൽ പല രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, അത് മുതിർന്ന നടിമാരിൽ നിന്നുൾപ്പെടെ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞാൻ അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, എല്ലാ നടിമാരിലും ഒത്തിരി എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ചില സീനിയർ, ഞാനങ്ങനെ വളരെ അപൂർവമായിട്ട് ചില അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്, ചില ഡയറക്ടേഴ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിലും 1 or 2 എന്ന് പറയാം. അപ്പോൾ നമുക്കൊത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ആ സമയത്തൊക്കെ ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഇട്ടിട്ട് പോയേക്കാം, സിനിമ നമുക്കിതൊന്നും ഇല്ലെങ്കിലും എങ്ങനെയും ജീവിക്കാം എന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് എനിക്കാരെയും പീഡനമോ അല്ലെങ്കിൽ എനിക്കാരെയും അടിമയായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ എന്നോട് ചോദിച്ചില്ല ഈശ്വര വിശ്വാസിയാണോ എന്ന്. മേ ബി ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് മാത്രമായിരിക്കാം എനിക്കങ്ങനെ ആരെയും അടിമയാകാൻ പറ്റാത്തത്. ഞാൻ ഈശ്വരനിലെല്ലാം സമർപ്പിച്ച് ചെയ്യുന്നൊരു കുട്ടിയാണ്. എനിക്ക് തന്ന സൗഭാഗ്യങ്ങളും എനിക്ക് തന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം എൻ്റെ ദൈവം എനിക്ക് തരുന്നതാണ്. ഇപ്പം ഞാൻ സിനിമയിൽ നിന്ന് വരണം, അല്ല ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണം, അതെൻ്റെ ദൈവം തരുന്നതാണ്. അല്ല ഞാൻ നാളെ പോകണം, ഞാനിവിടെ ഇരിക്കാൻ പാടില്ല, അതെൻ്റെ ദൈവം നിശ്ചയിക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ വേറൊരു വ്യക്തി ആരാണ് തീരുമാനിക്കാൻ? അതിലെനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ അതിലുറച്ച് വിശ്വസിക്കുന്നു. ഒരു സ്വതന്ത്ര ചിന്ത അത് കരിയറിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഓഫ് കോഴ്സ് നമുക്ക് കാശ് മുടക്കി പടം ചെയ്യുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, നമ്മൾക്ക് വേണ്ടി ഡയറക്ടർ എന്ന് പറയുന്നൊരു ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അവരെയൊക്കെ ഞാൻ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ അവരെ മാത്രമല്ല, ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ അവിടെ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുമ്പം അത് എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു. എനിക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇൻ എനി റിലേഷൻഷിപ്പ്. നമ്മൾ അങ്ങോട്ട് ഇരിക്കാൻ ഐ റെസ്പെക്റ്റ് യു. അപ്പം നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു അതുണ്ടല്ലോ. അപ്പം പക്ഷേ നമ്മൾ പുതിയതായിട്ട് വന്നു, അല്ലെ നമുക്ക് വേറെ ഇപ്പോൾ ഒരു ധാരണയുണ്ടെന്ന്, പുതിയതായിട്ടൊക്കെ വന്ന ആർട്ടിസ്റ്റുകൾ നമുക്ക് വേറെ വഴിയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ കൊണ്ടായിരിക്കാം അവരതങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അന്നും എൻ്റെതായ രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അതെന്താണെന്നറിയില്ല, അങ്ങനെ ചെറുത്ത് ദൈവമായിരിക്കും എന്നെ അത് ചെയ്യിപ്പിക്കുന്നത്. എന്നെ ദൈവമാണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ചെറുത്ത് നിന്നാൽ ഈ ഫീൽഡിൽ വിജയിക്കാമെന്ന് തെളിയിച്ചു എന്നാണോ മീര പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ വിജയിച്ചിട്ടുമില്ല, തോറ്റിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. ഞാൻ അത് അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര ഫിലോസഫിക്കലാണല്ലോ മീര. വാക്കുകൾ കൊണ്ടൊന്നും എന്താ പറയുക അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ എനിക്ക് എൻ്റെതായ തോട്ട്സ് ഉണ്ട്. അപ്പോൾ ചിലർ കേൾക്കുന്നവർ പറയും ഭയങ്കര ഫിലോസഫിക്കലാണ്. എനിക്കറിയത്തില്ല. സ്വാഭാവികമായ നീതി നിഷേധങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് സ്വന്തം അനുഭവമാണ് എങ്കിലും സമൂഹത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എങ്കിലും
കാണുന്നൊരു കാര്യം മീര ആ രീതിയിൽ രോഷം പ്രകടിപ്പിക്കാറുണ്ട്, അതിനോട് പ്രതികരിക്കാറുമുണ്ട്. അതെങ്ങനെ രൂപപ്പെട്ടതാണ്? അതിനൊരു അടിസ്ഥാനം ഉണ്ടാകും. മേ ബി എൻ്റെ ഫാദർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, അതായിരിക്കും ഞാൻ ചിലപ്പോൾ ഭയങ്കര ഇമോഷണലായി. എനിക്കറിയാം, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ എന്താ ഇത്ര ഇമോഷണലായിരുന്നു. ഞാൻ ഭയങ്കര പെട്ടെന്ന് എനിക്ക് ചേഞ്ചസ് വരും, എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കും. എനിക്കറിയില്ല, ഞാനപ്പോൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ, ഞാൻ എന്നെ തന്നെ സ്വയം ഇങ്ങനെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ തോന്നിയിട്ടുണ്ട്, ഓക്കെ ഇതാണ് ശരി, ഇതാണ് ദൈവം എനിക്ക് തന്നത്. ഞാനിത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അത് ദൈവം എൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, എൻ്റെ ബോഡി ഉണ്ടാക്കിയ അല്ലെ എൻ്റെ ബോഡിയിലുള്ള കെമിക്കൽസ്, ആ കോമ്പിനേഷനൊക്കെ അത് അങ്ങനെ തന്നെ ദൈവം എനിക്ക് തന്നതാണ്. അതിൽ നിന്ന് ഞാൻ ഒരു മോളിക്യൂളിനെയോ ഒരു ഇതിനെയോ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതേ മാറിപ്പോവും, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കേ മാറിപ്പോവും. സോ എനിക്ക് ദൈവം ഇങ്ങനെ തന്നതാണ്, അങ്ങനെ തന്നെ ആവാൻ എനിക്കിഷ്ടം. ഞാൻ ഇമോഷണൽ, യെസ് ഐ അക്സെപ്റ്റ് ദാറ്റ്. ഈ കരിയറിൽ നിൽക്കുമ്പോൾ തന്നെ മീര ഈ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോട്ടങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും അങ്ങനെ ഉണ്ട്, അതെല്ലാ തൊഴിൽ മേഖലകളിലും ഉണ്ട്, എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന് തുറന്നു പറയാൻ മടിക്കുന്നില്ല. മീര ആ രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടാണോ? ഞാൻ അനുഭവിച്ചത്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? എനിക്ക് കുഴപ്പമില്ല, അവർ വിചാരിച്ചാലൊന്നും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് നമ്മളാരെയും അടിമയാവാനല്ല വന്നേക്കുന്നത്, നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ജോലി ചെയ്യാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. സോ അത് തുറന്ന് പറയുന്നതിൽ എനിക്ക് ഒരിക്കലും ഒരു ഭയമില്ല. നാളത്തെ അതിനെന്താണ് ഒരു ആഫ്റ്റർ ഇഫക്റ്റ്, അല്ലേ എന്നെ അവർ ഇനിയും അവഗണിക്കുമോ, അല്ലെ എന്നെ മാറ്റി നിർത്തുമോ? പക്ഷേ എന്നെ ദൈവമാണ് മാറ്റി നിർത്തുന്നതും എന്നെ ദൈവമാണ് കയറ്റുന്നതും. സോ ഞാൻ അതിലൊരിക്കലും ഭയക്കുന്നില്ല. ഇതാണ് ഞാൻ എന്ന് മീര പറയുമ്പോൾ മീരയുടെ സ്വഭാവം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ? എന്നെ ശരിക്കും അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം ഞാൻ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര കെയറിങ് ആണ്. എന്നെ ശരിക്കും അറിയാവുന്നവർക്കറിയാം ഞാൻ ഭയങ്കര കെയറിങ് ആണ്. ബിക്കോസ് എൻ്റെ എനിക്കിപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈവൻ അവരുടെ എന്ത് കാര്യം, ചെറിയ കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എനിക്കിപ്പം എനിക്ക് പരിചയമുള്ള ആളുകളായിരിക്കാം, പക്ഷേ ഞാൻ അതുവരെ ഞാൻ കെയർ ചെയ്യും. അവർ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ കംഫർട്ടബിളാണ്, ആ ലെവൽ വരെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ മേ ബി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പം പുറമേ നിന്ന് ആളുകൾക്ക്, എനിക്കറിയാം അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഭയങ്കര അഹങ്കാരിയാണല്ലേ അങ്ങനെയൊക്കെ ഒരു പേര്. മീരയ്ക്ക് ഒരുപാട്, അല്ലെങ്കിൽ തുടർച്ചയായി 4 സിനിമകൾ മീരയെ നായികയാക്കിയെടുത്ത ശ്രീ സത്യനന്ദിക്കാട് പോലും പക്ഷേ ഒരു ഘട്ടത്തിൽ മീരയ്ക്ക് വേണ്ടി സെറ്റിൽ കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ഡയറക്ടർ കമൽ മീരയെക്കുറിച്ച് പറഞ്ഞു. ആ രീതിയിലൊക്കെ അത് സംഭവിച്ചു പോയ കാര്യങ്ങൾ ആണോ? അങ്ങനെ ഒരിക്കലും സത്യനങ്ങൾ പറയുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യനങ്ങളുടെ മനസാക്ഷിയെ തൊട്ടുകൊണ്ട് സത്യനങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെ കമൽ സാറിൻ്റെ കാര്യം എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ ഞാനൊരിക്കലും ആരെയും അങ്ങനെ ഒരിക്കലും വേണമെന്ന് വെച്ചിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചിട്ടൊന്നും എനിക്കൊരു കാര്യം നേടാനും ഞാൻ പോകുന്നില്ല. ഇന്ന് സിനിമയിൽ വലിയ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സംഘടനയുടെ പരിമിതിക്കുള്ളിൽ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾക്കൊപ്പം നിൽക്കാത്തൊരു ഒരു അഭിനേത്രിയാണ് മീര ജാസ്മിൻ. ഒരു പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ടുണ്ടായതാകാം ഇത്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാ സംഘടനയോടും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരോടും എനിക്ക് യോജിപ്പുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ പലതവണ എനിക്ക് ചില മീറ്റിങ്സിനോ അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നുവരെ ഞാൻ അതിനെ അങ്ങോട്ട് എന്താ പറയുക, അവരിൽ തീരെ അങ്ങോട്ട് ഇതാവുന്നില്ല എന്നല്ല. എനിക്ക് എല്ലാവരോടും സൗഹൃദമുണ്ട്, മനസ്സിലുണ്ട്. ഈ സിനിമയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ കൂട്ടുകെട്ടുണ്ടല്ലോ, എനിക്കാകെ മാക്സിമം ഒരു 4 പേര് കാണും. ഈ 4 പേരാണ് എൻ്റെ ലോകം. അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഉണ്ടല്ലോ, ഞാൻ അവരെ ഭയങ്കരമായിട്ട് അവരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എനിക്കറിയില്ല, മേ ബി അവരിൽ ഒതുങ്ങിക്കൂടാനായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ 3-4 പേര് അവരോടൊപ്പം ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വേറൊരു വ്യക്തി, ഇൻഡസ്ട്രിയിലെ വേറൊരു വ്യക്തി, അവൻ എന്ത് ചെയ്യുക, ആ നടൻ എന്ത് ചെയ്യുക, ഈ നടി എന്ത് ചെയ്യുക, അല്ല ഈ സംവിധായകൻ അവിടെ, ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക, ഇങ്ങനെ ടോക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു ടോക്ക് എനിക്ക് ഇഷ്ടമല്ല. മീരയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതിനോട് മീര എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സെറ്റിൽ ഒരു അച്ചടക്കം പാലിക്കാത്തൊരു നടിയാണ് എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ളൊരു അച്ചടക്കം പാലിക്കാത്ത നടിയാന്നൊരിക്കലും അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ എന്നോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നായിരിക്കാം. അവരുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കാതെ വരുമ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനെ അച്ചടക്കം പാലിക്കാത്തൊരു കുട്ടിയല്ല ഞാൻ. എന്നെ അച്ചടക്കത്തോടുകൂടി തന്നെയാണ് എൻ്റെ പേരൻസൊക്കെ വളർത്തിയത്. പിന്നെ എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. മോശമായിട്ട് പെരുമാറാൻ വന്നാൽ റിയാക്ട് ചെയ്യാത്ത ഇങ്ങനെ പാവം പോലെ അയ്യോ എന്നൊക്കെ നിൽക്കുന്നൊരു കുട്ടി അല്ല ഞാൻ.
അവർക്കിട്ട് കളിക്കാനുള്ള തട്ടി കളിക്കാനുള്ള പന്തല്ല ഞാൻ. പ്രൈവറ്റ് പേഴ്സണാണ് ഞാൻ എന്ന് മീര പറയുമ്പോൾ സ്വകാര്യതയായി സൂക്ഷിക്കാനാണ് മീര ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും അത് മാധ്യമങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിലേക്കോ കൊണ്ടുവരാൻ മീര ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും മീരയുടെ പ്രണയവും വിവാഹ വാർത്തകളും ഒക്കെ എപ്പോഴും സജീവമാണ്. അതാണ് എനിക്കറിയില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി കഴിയാനൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാധ്യമങ്ങളുടെ ജോലിയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കുന്നു. കഴിഞ്ഞ ചെന്നൈയിൽ വെച്ചൊരു ചടങ്ങിൽ തന്നെ മീര തന്നെ സ്വയം വിവാഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. വിവാഹം ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കും. വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം വിവാഹത്തിനേയും കഴിച്ചിട്ടില്ലല്ലോ. ഞാനത് എല്ലാവരെയും വളരെ ഞാൻ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരിക്കലും ഉണ്ടായിട്ടില്ല. വീണ്ടും സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. മീരെ പോലുള്ള ഒരു അഭിനേത്രി വളരെ ചൂസി ആകേണ്ട ഒരു ഘട്ടമാണിതെന്ന് തോന്നുന്നുണ്ടോ? വീണ്ടും സിനിമയിൽ സജീവമാണ്. അതാണ് എപ്പോഴും അങ്ങനെയല്ലേ വരുള്ളൂ. ബിക്കോസ് വന്ന സമയത്ത് നമ്മൾ അവിടെ പോവും ഇവിടെ പോവും, ഓടി ചാടി നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ചൂസ് ചെയ്താലേ പറ്റുള്ളൂ, ചൂസ് ചെയ്യാതെ പറ്റില്ല. പക്ഷേ ഒരു നടി എന്ന നിലയിൽ ഇത് സന്തോഷിപ്പിക്കുന്നുണ്ട്. പല കഥാപാത്രങ്ങളും ഇപ്പോൾ അടുത്ത കാലത്ത് സിനിമയിൽ വന്ന കഥാപാത്രം ഒരു നായിക വേണ്ടാത്തൊരു ഘട്ടമാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചിതയായ ഒരു നായകനോ നായികയോ വേണ്ടാത്ത ഒരു സിനിമയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ട്? പഴയ കാലത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു ലേറ്റ് 90s വരെ ആയിരുന്നു തോന്നുന്നു ഈ നായകന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്. അവർക്ക് നായകന്മാർക്ക് ഒരു ഗോൾഡൻ ടൈമാണ്. ഈ നായകന്മാരൊന്നും നിന്നില്ലായിരുന്നു. അന്ന് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇറയായിരുന്നു, സംവിധായകന്മാരുടെ ഇതായിരുന്നു. അപ്പം അവിടെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ. അതോടൊപ്പം തന്നെ നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടായിരുന്നു, അവർക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ മഞ്ജു വാര്യർ വരെയും ഭയങ്കര ശക്തമായിട്ട് എനിക്ക് തോന്നുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ അന്ന് ആ കാലം അങ്ങനെയായിരുന്നു. ശോഭന, ഉർവശി ചേച്ചി, പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ട്, നമ്മുടെ സീനിയർ ആക്ട്രസസ്. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. മുഖാമുഖത്തിൽ ശോഭന വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ പേര് മീര ജാസ്മിനാണ്. അപ്പോൾ ഞാൻ ഏത് സിനിമ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മീരയുടെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടം. കാരണം സാധാരണ മലയാള നടിമാരിൽ കാണാത്ത ജീവിതത്തെക്കുറിച്ചുള്ളതാണെങ്കിലും വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മീര. അതുകൊണ്ടാണ് എനിക്ക് മീര ഇഷ്ടം എന്ന് പറയുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു നടിയാണ് ശോഭന. ഞാനൊരു ആക്ട്രസ് ആയത് തന്നെ ഒരു അതിശയമാണ്, എനിക്കിപ്പോഴും അതിശയമാണ് എങ്ങനെ എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റുമെന്ന്. അപ്പം ഞാനിങ്ങനെ വളരെ എന്താ പറയുക, ഇങ്ങനൊരു മാറ്റം സംഭവിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. മേ ബി സിനിമയ്ക്കപ്പുറത്ത് എന്തെങ്കിലും മോഹങ്ങളുണ്ടോ? എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പാട്ടൊക്കെ പാടും. അപ്പം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് വെച്ചാൽ ഞാൻ പാട്ടുകൾ പഠിക്കുക, പാട്ടുകൾ പാടുക. അതിലെനിക്കൊരു വലിയ സന്തോഷം കണ്ടെത്തും. ഞാൻ വളർന്നത് ഈ ചർച്ച് പശ്ചാത്തലത്തിലായതുകൊണ്ട് ഞാനൊരു അങ്ങനെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ പാടും. അപ്പോൾ ചിലപ്പം വിചാരിക്കാറുണ്ട് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചാലോ ഒന്നും തിരക്കേടില്ല, എനിക്ക് പാടാൻ കഴിയുമോ എന്നുള്ള. എനിക്കത് ഇഷ്ടമാണ് പാടാൻ. ഈ ക്ലാസിക്കൽ ഇഷ്ടങ്ങളോടുള്ള ഈ സുഹൃത്ത് രാജേഷിൻ്റെ ഒരു താല്പര്യം കൂടി ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ബിക്കോസ് എനിക്കൊരു ഈ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ഞാൻ കൊയറിലുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഈ മ്യൂസിക്കിൻ്റെ ഒരു വേൾഡിലോട്ട് എന്നെ മേ ബി എനിക്ക് ആ ഒരു ഡോറ് തുറന്നു തന്നത് ഐ തിങ്ക് ഹിസ് കോൺട്രിബ്യൂഷൻ. ബിക്കോസ് എനിക്ക് ഇൻ്റർനാഷണൽ വേൾഡ് മ്യൂസിക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് കാണിച്ചു തന്നത് രാജേഷ് തന്നെയാണ്. എല്ലാ ആശംസകളും, നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.